എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് കാര്യമുണ്ട്. എല്ലാവരും എഞ്ചിനീയറിംഗിലേക്കല്ലേ ഈ പോകുന്നത്. ഒരുപാട് ആളുകൾ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ മാത്രമല്ല, കേരളത്തിലാണെങ്കിൽ ഏകദേശം 140 എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. ഇതിൽ നിന്ന് പാസ് ഔട്ട് ആയി വരുന്ന ആളുകളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പൊ ഈ കമ്പ്യൂട്ടർ സയൻസിന് ഇപ്പൊ പറയുന്ന ആ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഇനി ഉണ്ടാവും. ഇലക്ട്രോണിക്സിലേക്ക് മാറിയാലും കമ്പ്യൂട്ടർ സയൻസിലേക്ക് പിന്നീട് എത്താൻ പറ്റുമോ? ഐ ടിയിലേക്ക് സ്പെസിഫിക് ആയിട്ട് പോകേണ്ടത്, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് സംശയങ്ങളും ആളുകൾക്കുണ്ട്. എഞ്ചിനീയറിംഗ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, എഞ്ചിനീയറിംഗ് എടുക്കാൻ പോകുന്ന ആളുകൾ അടിസ്ഥാനപരമായി 7 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല കരിയറിലെത്തും, ഒരു സംശയമില്ല. ഒന്നാമത്തേത്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല സ്കോർ വാങ്ങാൻ ശ്രദ്ധിക്കുക. അരിയേഴ്സ് വരാതിരിക്കാനും ബാക്ക് പേപ്പറുകൾ വരാതിരിക്കാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ജയിച്ചു പോവാൻ മുന്നോട്ട് ഒരു 70% കുറയാതെ മാർക്ക് വാങ്ങി കൺസിസ്റ്റന്റ് ആയിട്ട് അക്കാഡമിക് പെർഫോമൻസ് ഡെവലപ്പ് ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഐ ടി കമ്പനികളിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസോ മറ്റു ഓപ്പർച്യൂണിറ്റീസോ അഡ്മിനിസ്ട്രേറ്റീവ് ഓപ്പണിങ്സോ പ്ലേസ്മെന്റുകളോ ഉപയോഗപ്പെടുത്താൻ സാധ്യതകളുണ്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റി. അപ്പൊ ഒന്നാമത്തത് പ്ലേസ്മെന്റ് അക്കാഡമിക് പെർഫോമൻസിന്റെ പിൻബലത്തിൽ ഒന്നാമത്തെ. രണ്ടാമത്തത്, ബിടെക് കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്ന ഹയർ ഓപ്ഷനെ കുറിച്ച് ഒരു ധാരണ. കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒരു ഉദാഹരണം, ടെക്നോളജി ഓറിയന്റഡ് ആയ ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാം ഉണ്ട്. ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് എക്സാം, ഗേറ്റ് എക്സാമിനേഷൻ, DRDOയുടെ എക്സാം, ISROന്റെ എക്സാം. അത്തരം എക്സാമുകൾ നേരത്തെ തന്നെ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെക്കൻഡ് ഇയർ, ഫസ്റ്റ് ഇയറിൽ തിയററ്റിക്കൽ ഒരുപാടുണ്ടാവും, സെക്കൻഡ് ഇയർ മുതൽ ഇത്തരം കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തയ്യാറാവുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും 4-5 വർഷം തീർച്ചയായിട്ടും ഏതെങ്കിലും ഒന്നിൽ എത്തി ലാൻഡ് ചെയ്യാൻ പറ്റും. ഗവൺമെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ റെയിൽവേയിലും പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിലൊക്കെ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ഗേറ്റ് IES പ്രിപ്പറേഷനോടുകൂടി, അതുപോലെ DRDOന്റെ ടെസ്റ്റ്, OCES ഓറിയന്റേഷൻ കോഴ്സ് ഫോർ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആൻഡ് സയൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് എന്ന് പറഞ്ഞ എക്സാം, ദെൻ അതുപോലെ ATC പോലുള്ള എയർപോർട്ട് എയർ ട്രാഫിക് കൺട്രോളൊക്കെ പോലുള്ള എയർപോർട്ട് അതോറിറ്റിക്ക് കീഴിലുള്ള ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റുകൾ, ഇങ്ങനത്തെ ഒരുപാട് പോസ്റ്റുകൾ, ഗവൺമെന്റ് പോസ്റ്റുകൾ മാത്രം കോമ്പറ്റീവ് എക്സാം വെച്ച് മാത്രം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് അതിലേക്ക് എത്തിച്ചേരാം. മൂന്നാമത്തെ ഒരു കാര്യം, ജനറൽ ആയ കോമ്പറ്റീവ് എക്സാം, ബാങ്ക് ടെസ്റ്റുകൾ പോലെ IBPS ഇന്ത്യൻ ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ പോലെ, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പോലെയുള്ള ജനറൽ ആയ എന്ന് വെച്ചാൽ സബ്ജക്ട് ഓറിയന്റഡ് അല്ല. ആദ്യത്തേത്, രണ്ടാമത്തെ ഞാൻ പറഞ്ഞത് വളരെ സ്പെസിഫിക് ആയിട്ട് എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുമായിട്ട് കണക്റ്റഡ് ആയി കണ്ടന്റ് ഉള്ള ആളുകൾക്കാണ് അത് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക. അത് താല്പര്യമുള്ള ആൾക്ക് അങ്ങനെ പോകാം. ദെൻ മൂന്നാമത്തെ ഞാൻ പറയുന്നത് ജനറൽ ആയ, ഈ പൊതുവേ ഈ കാറ്റ് എക്സാമിനേഷൻ ഓറിയന്റഡ് ആയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള എല്ലാ കോമ്പറ്റീവ് എക്സാം, ജനറൽ കോമ്പറ്റീവ് എക്സാമിൽ കോമൺ ആയിട്ട് വരുന്നത് എന്താ? ഒന്ന് ലോജിക്കൽ റീസണിങ് വരും, മറ്റൊന്ന് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് വരും, ലാംഗ്വേജ് വരും, GK കറണ്ട് ഇഷ്യൂസും GK അടങ്ങുന്ന ഭാഗങ്ങൾ വരും. ഈ 4 വളരെ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്ക് ബാങ്ക് ടെസ്റ്റുകൾ അടക്കം കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ അടക്കം ഉള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതി പാസ്സാവും. ഇതിന്റെയൊക്കെ അപ്രോച്ച് ഡിഫറെന്റ് ആണ്, രീതികൾ ഡിഫറെന്റ് ആണ്, ക്വസ്റ്റ്യൻ പാറ്റേൺ ഡിഫറെന്റ് ആണ്. അത് മനസ്സിലാക്കിയിട്ട് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് സ്പെസിഫിക് ആവശ്യമില്ലാത്ത, ടെക്നോളജി ആവശ്യമില്ലാത്ത ജോബുകളിലേക്ക് നിങ്ങൾക്ക് വരാൻ വളരെ ഈസി ആയിട്ട്, അതും നേരത്തെ മുതൽ തന്നെ പ്രിപ്പയർ ചെയ്ത് പോയാൽ. നാലാമത്തത്, എല്ലാ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളുടെയും ആഡ് ഓൺ ഷോർട്ട് ടൈം കോഴ്സുകൾ. ഇപ്പൊ മെക്കാനിക്കൽ കഴിഞ്ഞ ആൾക്ക് HVAC ചെയ്യാം, ഹീറ്റ് വെന്റിലേഷൻ, എയർ കണ്ടീഷനിങ് പോലെ, നെബോഷ് ഒക്കെ പോലെ, ലിയ പോലെയുള്ള ഷോർട്ട് ടൈം കോഴ്സുകൾ. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്ക് BM പോലുള്ള കോഴ്സുകൾ, BMI പോലുള്ള കോഴ്സുകൾ, ദെൻ അതുപോലെ തന്നെ അവർക്ക് MEP പോലുള്ള കോഴ്സുകൾ, ഇലക്ട്രിക്കൽ മെക്കാനിക്കലുകാർക്ക് ഇങ്ങനെ ഷോർട്ട് ടൈം കോഴ്സുകൾ ചെയ്ത് കരിയർ ഓറിയന്റഡ്, അപ്പൊ അനുബന്ധമായ ഓരോ ബ്രാഞ്ചുകളോടും ചേർക്കാൻ പറ്റുന്ന ഷോർട്ട് ടൈം ജോബ് ഓറിയന്റഡ് അല്ലെങ്കിൽ ജോബ് ഓറിയന്റഡ് ആയ ട്രെയിനിങ് എടുക്കുന്ന സ്ഥാപനങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. 4. അഞ്ചാമത്തേത് ക്യാറ്റ്, വളരെ സ്പെസിഫിക് ആയിട്ട് ക്യാറ്റ്. ബിടെക്കിന്റെ ഏറ്റവും നല്ല കോമ്പിനേഷനുകളിൽ ഒന്നാണ് മാനേജ്മെന്റ് പ്രോഗ്രാംസ്. ഈ മാനേജ്മെന്റ് പ്രോഗ്രാമിന് വേണ്ടി വളരെ ആവേശത്തോടെ ക്യാറ്റ് ബേസ്ഡ് പ്രിപ്പയർ ചെയ്താൽ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ത്യയിൽ നീറ്റ് എക്സാമിനേഷൻ 26 ലക്ഷം പേരാണ് പ്രിപ്പയർ ചെയ്യുന്നത്, 24,000 സീറ്റുകൾക്ക് വേണ്ടിയാണ്. ദെൻ 24,000 സീറ്റുകൾക്ക് വേണ്ടിയല്ല, സെൽഫ് ഫിനാൻസിലും വരുന്നുണ്ട്, പക്ഷേ ഗവൺമെന്റ് സീറ്റുകൾ ആദ്യത്തെ 24,000 റാങ്കിനുള്ളിൽ വരുന്ന ആളുകൾക്ക് സാധ്യതയുള്ളൂ. ഭയങ്കര കോമ്പറ്റീഷനാണ്. പക്ഷെ ക്യാറ്റ് ഒന്ന് ആലോചിക്കും, 3.5 ലക്ഷം പേരാണ് അപ്ലൈ ചെയ്യുന്നത്, ഏകദേശം ഒരു 60,000-അടുത്ത് നല്ല സീറ്റുകൾ സേവിയേഴ്സ് വഴി, സ്നാപ്പ് വഴി, FMS വഴി, IRMA വഴി, അങ്ങനെ ഒരുപാട് മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ വേറെയുണ്ട്, CMAT ഉണ്ട്, ദെൻ IIT-കളുടെ സീറ്റുകളുണ്ട്, MBA, ഇതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം, നമുക്ക് ചാൻസ് ഉണ്ട് എന്നതുകൊണ്ട് ഒരു ക്യാറ്റ് ഓറിയന്റഡ് ആയിട്ട് മാനേജ്മെന്റ് പ്രോഗ്രാംസിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഇതാണ് അഞ്ചാമത്തെ. ആറാമത്തത്, വിദേശ ഫെലോഷിപ്പുകളും ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ്. യൂറോപ്പ്, ജർമ്മനി, യൂറോപ്പിലൊക്കെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ വളരെ കുറഞ്ഞ ഫീയോടുകൂടി നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് മെറിറ്റോറിയസ് ആയിട്ട് നിങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിച്ച് കണ്ടെത്തി അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഹെൽസിങ്കി യൂണിവേഴ്സിറ്റിയൊക്കെ ഏറ്റവും നല്ല റിസർച്ച് ഓറിയന്റഡ് യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ തന്നെ ലീനിയസ് പോലെ, ദെൻ
കൊസൈസ് ഒക്കെ പോലുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട്. വളരെ ഫീസ് വളരെ കുറഞ്ഞ് ഏകദേശം ഫ്രീ ആയിട്ട്. ജർമ്മനി ആണെങ്കിൽ 70% മേലെ മാർക്കും ജർമ്മൻ ഭാഷയിൽ B1 ഒക്കെ ഉണ്ടെങ്കിൽ B2 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പോടുകൂടി ഫുൾ ഫീ എക്സംഷനോടുകൂടി പഠിക്കാവുന്നതാണ്. ഇത്തരം വിദേശ ഫെലോഷിപ്പുകൾ, വിദേശ ചാൻസുകളെ കുറിച്ച് അന്വേഷിക്കുകയും ആലോചിക്കുകയും ചെയ്യുക. അതോടൊപ്പം 7ാമത്തത് ഓപ്പൺ ടൂൾ. എഞ്ചിനീയറിംഗിൽ നിന്ന് വ്യത്യസ്തമായ ഒരുപാട് ഏരിയകളിലേക്ക് നിങ്ങൾക്ക് ന്യൂറോ സയൻസിലേക്ക് മാറാം, ഇൻഡസ്ട്രിയൽ സൈക്കോളജിയിലേക്ക് മാറാം. അങ്ങനെ വ്യത്യസ്തമായ ടെക്നോളജി എന്ന് സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന കുറെ ഏരിയകൾ കൂടി വെച്ചുകൊണ്ട് ഒരു 7 പ്ലാൻ, നമ്മൾ പറയല്ലേ ഒരു പഞ്ചവത്സര പദ്ധതി പോലെ ഒരു 7 വത്സര പദ്ധതി എന്നോ അല്ലെങ്കിൽ 7 പരിപാടികൾ എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങളൊരു പ്ലാൻ കൃത്യമായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു കരിയറിൽ ലാൻഡ് ചെയ്യും. അങ്ങനെ ചെയ്താൽ എഞ്ചിനീയറിംഗ് പ്രോസ്പെക്റ്റീവ് ആവും, ഏറ്റവും നല്ല ഒരു കരിയർ ഓറിയന്റഡ് പ്രോഗ്രാമായി മാറും. അങ്ങനെ ആവട്ടെ. ബൈ ബൈ. Career Guru, molding your future.